അതുപോലെ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇവിടെ നോക്കി, ദ ടേബിൾ ഷോസ് ദ ഡെയിലി ഇൻകംസ് ഓഫ് 60 households ഇൻ എ ലൊക്കാലിറ്റി. ഡ്രോ എ ഹിസ്റ്റോഗ്രാം. നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ തന്നിരിക്കുന്ന കാര്യം ഇതാണ്, ഓരോ ഫാമിലിക്കും ഒരു ദിവസം കിട്ടുന്ന ഇൻകം എത്രയാണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, 200 മുതൽ 250 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന 3 ഫാമിലീസ് ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 250 മുതൽ 300 വരെ എന്ത് കിട്ടുന്നത്, ഇൻകം കിട്ടുന്ന 7 ഫാമിലീസ് ആണുള്ളത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടേബിൾ, ഫ്രീക്വൻസി ടേബിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ ഒരു ടേബിൾ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഇത് വെച്ചിട്ട് ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് 2 ലൈൻസ് നമ്മൾ വരയ്ക്കും അല്ലേ. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അല്ലേ. ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് നമ്മൾ 2 ലൈൻസ് ആദ്യം വരയ്ക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ, ഇവർ 2 പേരും കൂട്ടിമുട്ടുന്ന ഭാഗത്തിന് 0 എന്ന് കൊടുക്കാറുണ്ട് അല്ലേ. 2 പേരും ഈ വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും കൂട്ടിമുട്ടുന്ന ഭാഗത്ത് നമ്മൾ 0 കൊടുക്കും. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ ആരെ മാർക്ക് ചെയ്യണം, ഇന്റർവെൽസിനെ മാർക്ക് ചെയ്യണം അല്ലേ. നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇന്റർവെൽസിനെയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, 200, 250, 250, 300 ഇങ്ങനെ പോകുമ്പോൾ ഇവർക്കിടയിൽ എത്രയാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് നോക്കിക്കേ, 50 അല്ലെ, 50ന്റെ ഡിഫറൻസ് ആണ് ഇവരിൽ വന്നിരിക്കുന്നത് അല്ലെ. 200, 250, 250 to 300 ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താണ്, 50 ആണ് അവിടെ ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 0യിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ 50, 50, 50 വെച്ചിട്ട് വേണം നമ്മൾ എഴുതി പോകാൻ അല്ലേ. അപ്പോൾ 0യിൽ നിന്ന് തുടങ്ങി ആദ്യത്തെ ആൾ എന്തായിരിക്കും, 50 ആയിരിക്കും. അടുത്ത ആൾ ആരായിരിക്കും, 100 ആയിരിക്കും. നമ്മൾ ഈ പോയിന്റ് ഇടുന്നത് എങ്ങനെയാണ്, 1 സെന്റിമീറ്ററിലാണ് കേട്ടോ. എല്ലായിടത്തും 1 സെന്റിമീറ്ററിലാണ് നമ്മൾ പോയിന്റ് ഇടുന്നത്. ഓക്കെ, 100. അടുത്ത എന്താ വരുന്നത്, 150. അടുത്തത് 200. അടുത്തത് 250. ഇങ്ങനെ പോവാ അല്ലേ. 250. അടുത്തത് എത്രയാ, 300. then 350. then 400. നമുക്ക് എവിടെ വരെ വേണ്ടേ, 500 വരെ നമുക്ക് വേണം. ഓക്കെ, 400, 450, 500. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ താഴെ ഹൊറിസോണ്ടൽ ലൈനിൽ നമ്പേഴ്സ് മാർക്ക് ചെയ്തു. ഇനി എന്താ വേണ്ടേ, നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ ആരെയാണോ എഴുതുന്നത് അത് നമ്മൾ മെൻഷൻ ചെയ്യണം. ഇതാരാണ്, നമ്മുടെ ഡെയിലി ഇൻകം ആണ് അല്ലേ. ഡെയിലി ഇൻകം ആണ് റുപ്പീസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മെൻഷൻ ചെയ്യണം. ഇവിടെ നമ്മൾ എഴുതാം ഡെയിലി ഇൻകം റുപ്പീസിലാണ്. അപ്പോൾ നമ്മൾ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ, വെർട്ടിക്കൽ ലൈനിൽ നമുക്ക് മാർക്ക് ചെയ്യണം അല്ലേ. വെർട്ടിക്കൽ ലൈനിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ 20 വരെയുള്ള നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ 0 തുടങ്ങി 20 വരെ എഴുതാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിൽ ചിലപ്പോൾ തികയത്തില്ല അല്ലേ, നമ്മുടെ പേജിൽ തികയില്ല. കാരണം എന്താ, 1, 2, 3 തുടങ്ങി 20 വരെ നമ്മൾ 1 സെന്റിമീറ്ററിൽ മാർക്ക് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ലെങ്തി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതാണ്, 1, 2, 3 എന്നെടുക്കുന്നതിന് പകരം നമ്മൾ എന്താ എടുക്കുന്നത്, 2, 4, 6, 8, 10 അങ്ങനെ നമ്മൾ എടുത്തു പോവാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്, 2, അടുത്തത് 2 ഡിഫറൻസിൽ കേട്ടോ, 2, 4, 6, 8, 10, 12, 14, 16, 18, 20. അപ്പോൾ 20 വരെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ എന്താണ്, വെർട്ടിക്കൽ ലൈനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആരെയാണെന്ന് നോക്കിയേ, നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് ആണ്. അപ്പം നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. എന്തെഴുതാം, നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് എന്ന് എഴുതാം. ഓക്കെ, നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ്. ഓക്കെ, അത് നമ്മളവിടെ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹിസ്റ്റോഗ്രാം വരച്ചു തുടങ്ങാം അല്ലേ. അപ്പം നമുക്ക് ഇവിടെ ഹിസ്റ്റോഗ്രാമിൽ 200 മുതൽ മതി അല്ലേ. അപ്പം നമ്മൾ ഇവിടെ ഇന്ന് നോക്കണ്ട, 200 തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ എന്താ നോക്കിക്കേ, 200 മുതൽ 250 വരെ എത്ര ഹൗസ് ഹോൾഡ്സ് ആണുള്ളത് നോക്കിക്കേ, 3 ഹൗസ് ഹോൾഡ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ 200, 250 എവിടെയാണെന്ന് നോക്കുക. എവിടെയാണ്, 3 നമുക്ക് വേണ്ട അല്ലേ. 3 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടോ, നമ്മുടെ നമ്പേഴ്സിൽ ഉണ്ടോ, ഉണ്ട്. എവിടെയാണ് നോക്കിക്കേ, നമുക്കറിയാം 2നും 4നും ഇടയിൽ വരുന്ന ആളാണ് 3 എന്ന് പറയുന്നത് അല്ലേ. 2നും 4ന്റെയും മിഡ് പോയിന്റിലായിട്ടായിരിക്കും ആര് വരുന്നത്, നമ്മുടെ 3 വരുന്നത്. എവിടെയായിരിക്കും വരുന്നത്, 2ന്റെയും 4ന്റെയും മിഡ് പോയിന്റിൽ. ഓക്കെ,
അയാളാണ് ആര് 3 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ടത് 200-നും 250-ക്കും ഇടയിൽ ആരെയാണ് വേണ്ടത്? നമുക്ക് 3-നെയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ 3 ഇവിടെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബാർ വരയ്ക്കാം, നമ്മുടെ റെക്റ്റാങ്കിള് നമ്മൾ വരയ്ക്കാം. ഇനി എന്താ വേണ്ടത് നോക്കിക്കേ. 250-ക്കും 300-നും ഇടയിൽ അല്ലേ? 250-ക്കും 300-നും ഇടയിൽ എത്രയാണ്? 7 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 7ഉം നമ്മുടെ ഈ നമ്പേഴ്സിൽ ഇല്ല. പക്ഷെ നമുക്കറിയാം 7 എന്ന് പറയുന്നത് എന്താ? 6-നും 8-നും ഇടയിലുള്ള ആളാണ്. ഓക്കെ, അപ്പൊ 6-ന്റെയും 8-ന്റെയും മിഡ് പോയിന്റ്, മധ്യബിന്ദു ആയിട്ട് നമ്മൾ ആരെ എടുക്കണം? 7 എടുക്കണം. അപ്പൊ 7 എവിടെയാണ് വന്നിരിക്കുന്നത്? നമുക്ക് നോക്കാലോ. ഇങ്ങനെ ഡോട്ടർ ഇട്ട് പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. മിസ് ഇവിടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഡോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് 250-ക്കും 300-നും ഇടയിൽ 7 നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നോക്കിയേ, നമുക്ക് വേണ്ടത് 300 to 350 ആണ്. എത്രയാണ്? 15 ആൾക്കാരാണുള്ളത് അല്ലെ? 15 ഫാമിലീസിനാണ് എത്രയാണ്? 300 to 350 വന്നിരിക്കുന്നത്. അപ്പൊ 15 എവിടെയാണ് നോക്കാം. ഓക്കെ, 15 നമ്മുടെ ഈ ഒരു നമ്പേഴ്സിൽ ഇല്ല. പക്ഷേ നോക്കിക്കേ, നമുക്കറിയാം 14-നും 16-നും ഇടയിലാണ് ആരുള്ളത്? 15 ഉള്ളത് അല്ലേ? അപ്പോൾ 15 എവിടെയാണ്? 14-ന്റെയും 16-ന്റെയും മിഡ് പോയിന്റ് ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. എവിടെയാ വരണ്ടേ? 300-നും 350-ക്കും ഇടയിൽ. ഓക്കെ, 300-നും 350-ക്കും ഇടയിൽ നമ്മൾ വരച്ചു. ഓക്കെ, എത്രയാണ്? 15 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി 350 to 400 എത്രയാണ്? 20 ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ നോക്കുക, 20 എവിടെയാണ്? നമുക്കറിയാം 20 എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ 20 വരുന്നത്. നമുക്ക് മാർക്ക് ചെയ്യാലോ, ഇനി വരയ്ക്കാലോ. എവിടെയാണ്? 350 to 400 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അവർക്കിടയിൽ ഒരു ബാർ വരയ്ക്കുക, 350-ക്കും 400-നും ഇടയിൽ. ഓക്കെ, ഇനി എന്താ വേണ്ടത് നോക്കിയേ. ഇനി 400 to 450. 400 to 450 എത്രയാണ്? 9 ആണ്. 9 ഇവിടെ നമ്മുടെ നമ്പേഴ്സിലില്ല. പക്ഷെ നമുക്കറിയാം 10-നും 8-നും ഇടയിലാണ് ആര് വരുന്നത്? 9 വരുന്നത്. അപ്പൊ നമുക്ക് 10-നും 8-നും ഇടയിൽ എന്ത് വരക്കാം? മിഡ് പോയിന്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമ്മുടെ 9 നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ 9 വരുന്നത് അല്ലേ? അപ്പൊ നമുക്കിതിനെ റെക്റ്റാങ്കിൾ ആയിട്ട് വരയ്ക്കാം. ഇനി വീണ്ടും എത്രയാണ്? 450 to 500 ആണ്. എത്രയാണ്? 6 ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ 450 to 500-ന്റെ അവിടെ 6 മാർക്ക് ചെയ്യണം. 6 എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ നമുക്ക് 6 മാർക്ക് ചെയ്യാം. 6 മാർക്ക് ചെയ്യുമ്പോൾ എവിടെ വരുന്നത് നോക്കിക്കേ, ഇവിടെയാണ് നമ്മുടെ റെക്റ്റാങ്കിൾ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ബാർ ഗ്രാഫ് വരച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡോട്ടഡ് ലൈൻസ് ഒക്കെ മായ്ച്ച് കളയാം കേട്ടോ. നമുക്ക് ഈ ഡോട്ടഡ് ലൈൻസിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് മായ്ച്ച് കളയാം. ഇവിടെ കിടന്നു വെച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം മിസ് ഇവിടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഡോട്ടഡ് ലൈൻസ് ഒക്കെ മായ്ച്ച് കളയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹിസ്റ്റോഗ്രാം മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്രീക്വൻസി ടേബിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ പഠിച്ചു. അപ്പം എപ്പോഴും നമുക്ക് ഇങ്ങനെ തന്നെ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ചില നേരത്ത് നമുക്ക് ഫ്രീക്വൻസി ടേബിൾ അവർ തന്നിട്ടുണ്ടാവില്ല. പകരം നമ്മളോട് ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്യാനായിരിക്കും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളോട് ഹിസ്റ്റോഗ്രാം വരയ്ക്കാനും ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഹിസ്റ്റോഗ്രാം കിട്ടി അല്ലേ? ഡെയിലി ഇൻകം വെച്ചിട്ടും നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് വെച്ചിട്ടും നമ്മൾ എന്ത് വരച്ചു? നമ്മുടെ ഹിസ്റ്റോഗ്രാം നമ്മൾ വരച്ചു. വളരെ സിമ്പിൾ ആണല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? The time taken by 25 women and 23 men to complete a race are given in the table below. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് 25 വുമണും 23 മെന്നും ഒരു റേസ് കംപ്ലീറ്റ് ചെയ്യാനെടുത്ത ടൈമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്താണ്? ഒരു റേസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വുമണും മെന്നും എടുത്ത ടൈംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി എന്താ പറയുന്നത്? ഡ്രോ എ സെപ്പറേറ്റ് ഹിസ്റ്റോഗ്രാംസ് ഫോർ മെൻ ആൻഡ് വുമൺ. എന്താ പറഞ്ഞിരിക്കുന്നത്? മെന്നിനും വുമനിനും എന്താണ്? സെപ്പറേറ്റ് ആയിട്ട് ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുമില്ല. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? 30 to 40 സെക്കൻഡിൽ നമ്മുടെ റേസ് കംപ്ലീറ്റ് ചെയ്ത 2 വുമൺ ആണുള്ളത്. അതുപോലെ 30 to 40 സെക്കൻഡിൽ എന്താണ്? നമ്മുടെ റേസ് കംപ്ലീറ്റ് ചെയ്ത 3 മെന്നാണ് ഉള്ളത്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഒരു വേർട്ടിക്കൽ ലൈനിനെയും ഹൊറിസോണ്ടൽ ലൈനിനെയും വരയ്ക്കും അല്ലേ? ഒരു വേർട്ടിക്കൽ ലൈനിനെയും ഒരു ഹൊറിസോണ്ടൽ ലൈനിനെയും നമ്മൾ വരയ്ക്കും. ഓക്കെ, ഇനി ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന ഭാഗത്ത് നമ്മൾ എന്ത് കൊടുക്കും? 0 കൊടുക്കും. ഇനി എന്താ വേണ്ടേ? ഇന്റർവെൽസിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനിൽ മാർക്ക് ചെയ്യും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്റർവെൽസ് നോക്കിക്കേ. 30, 40, 40, 50, 50, 60, 10 ഡിഫറൻസിലാണ് വന്നിരിക്കുന്നത് അല്ലേ?
10 ഡിഫറൻസിലാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പോയിന്റ്സ് അടയാളപ്പെടുത്തുമ്പോഴും എന്തായിട്ട് വരണം? 10 ഡിഫറൻസ് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കി, ആദ്യത്തെ 1 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യും? 0 തുടങ്ങി 10 ഡിഫറൻസിൽ വരണം. 0 തുടങ്ങി എത്രയാണ് വരുന്നത്? 10 ആയിരിക്കും അടുത്ത് വരുന്നത് അല്ലേ? ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 10 ആയി. ഇനി അടുത്തത് എന്തായിരിക്കും? അടുത്തത് 20 വരും. അടുത്ത എത്ര വരും? 30 വരും. അടുത്തത് 40 വരും. അടുത്തത് 50 വരും. അങ്ങനെ 10 ഡിഫറൻസിൽ നമ്മൾ എഴുതി കൊടുക്കുക. 60 വരും. നമുക്ക് എവിടെ വരെ വേണം? 80 വരെ വേണം. ഓക്കെ, ഇപ്പോൾ 70, 80. ഓക്കെ, ഈ നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ എന്താണ് ഈ ഇന്റർവെൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്? എന്താണ്? ടൈമാണ്, സെക്കൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അത് മെൻഷൻ ചെയ്യണം. ടൈം നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് കൊടുക്കണം. ഓക്കെ, ടൈം ഇൻ സെക്കൻഡ്. ഓക്കെ, ഇനി എന്താ വേണ്ടേ? ഇനി ഇതുപോലെ നമുക്ക് വേർട്ടിക്കൽ ലൈനും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ വേർട്ടിക്കൽ ലൈനിൽ എന്താ വരണ്ടേ? നമ്മൾ ആദ്യം വുമണിൻ്റെ ആണ് ചെയ്യുന്നത് കേട്ടോ. വുമൻ്റെ ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഏറ്റവും മാക്സിമം വരുന്ന നമ്പർ അല്ലെങ്കിൽ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് എന്താ? 8 ആണ്. അപ്പം നമ്മുടെ വേർട്ടിക്കൽ ലൈനിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എവിടെ വരെ മതി? 8 വരെ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1, 2, 3 തന്നെ കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7. എവിടെ വരെ നമുക്ക് വേണ്ടേ? 8 വരെയാണ് വേണ്ടത്. അപ്പോൾ ഈ ഗ്യാപ്പൊക്കെ കറക്റ്റ് ആയിരിക്കണം. മിസ് ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു നമ്പർ ഇട്ടാണ് നമ്മൾ ചെയ്തു പോയേക്കുന്നത് അല്ലേ? പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ സ്കെയിലിൽ കറക്റ്റായിട്ട് 1 സെൻറ്റിമീറ്റർ വീതം എടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ വേർട്ടിക്കൽ ലൈനിൽ വരുന്ന നമ്പേഴ്സ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ വേണ്ടേ? വേർട്ടിക്കൽ ലൈനിൽ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? എന്താ? നമ്മളിപ്പോൾ വുമൻ്റെ ആണ് വരയ്ക്കാൻ പോകുന്നത് അല്ലേ? ഹിസ്റ്റോഗ്രാം. സോ നമ്പർ ഓഫ് വുമൻ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? അപ്പോൾ നമ്മളവിടെ നമ്പർ ഓഫ് വുമൻ എന്ന് കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം നമ്മുടെ വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും വല്ല പോയിന്റ്സും എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റെക്ടാങ്കിൾസ് വരയ്ക്കാം. നമ്മുടെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് എവിടെ നിന്നാ? 30 to 40 എന്നാണ് നമ്മുടെ ഗ്രാഫ് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ 10, 20 ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് എവിടെ നിന്ന് മതി? 30 to 40 മതി. ഓക്കെ, 30 to 40 എത്രയാണ് വന്നിരിക്കുന്നത്? വുമൺ, നമ്പർ ഓഫ് വുമൺ 2 പേരാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 30 to 40 2 പേരാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 30 to 40 ഇവിടെയാണ്, 2 ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാലോ. 30 മുതൽ 40 വരെ 2 പേരുണ്ട്. ഓക്കെ, 30 മുതൽ 40 വരെ 2 പേരുണ്ട്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി എന്താ? 40 to 50 എത്ര പേരുണ്ട്? 6 പേരുണ്ട്. അപ്പോൾ 6 എവിടെയാണ്? ഇവിടെയാണ് നമ്മുടെ 6 വരുന്നത് അല്ലേ? 6 പേരുണ്ട്. എവിടെ നിന്നാണ്? 40 to 50. ഓക്കെ, അപ്പോൾ 40 to 50 നമ്മൾ എന്ത് ചെയ്തു? 6 പേരെ മാർക്ക് ചെയ്തു. ഇനി എന്താ? 50 to 60 എത്രയാണ്? 8 ആണ്. ഇപ്പോൾ 50 to 60 നമ്മളിതുപോലെ 8 മാർക്ക് ചെയ്യുക. 8 മാർക്ക് ചെയ്തു. ഇവരെല്ലാവരും അടുത്തടുത്താണ് വരുന്നത് കേട്ടോ. നമ്മുടെ റെക്ടാങ്കിൾസ് ഒക്കെ അടുത്തടുത്താണ് വരുന്നത്. ഇനി 60 to 70 5 ആണ്. 60 to 75 ആണ്. 5 എവിടെയാണ്? നോക്കിക്കേ, ഇവിടെയാണ് നമ്മുടെ 5 വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഗ്രാഫ് റെക്ടാങ്കിൾ ഇങ്ങനെ വരും. ഇനി എന്താ? ഇനി 70 to 80 ആണ്. 70 to 80 എത്രയാണ്? 4 പേരാണുള്ളത്. അപ്പം 4 എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ 70 to 80 എന്ന് പറയുന്നത് ഇവിടെ വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഹിസ്റ്റോഗ്രാം കിട്ടി. ആരുടെ ഹിസ്റ്റോഗ്രാം ആണ് നമുക്ക് കിട്ടിയത്? നോക്കിക്കേ, വുമൻ്റെ ആണല്ലേ? വുമൻ്റെ ആണ് നമ്മളിപ്പോൾ വരച്ചത്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് വരയ്ക്കണം? നമ്മുടെ മെന്നിൻ്റെ കൂടി വരയ്ക്കണം. അപ്പം എല്ലാവരും മെന്നിൻ്റെ ഇത് വരച്ച് നോക്കിക്കേ. വളരെ എളുപ്പമാണല്ലേ? നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഹിസ്റ്റോഗ്രാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മെന്നിൻ്റെ ഇതുപോലെ വരച്ചു നോക്കുക. ഒന്ന് നോക്കിക്കേ. അപ്പോൾ നമ്മൾ വുമൻ്റെ ചെയ്ത പോലെ തന്നെ മെന്നിൻ്റെ ഗ്രാഫും മിസ് വരച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മെന്നും ടൈമും വെച്ചിട്ട് നമ്മുടെ ഹിസ്റ്റോഗ്രാം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെയാണോ കിട്ടിയതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നമ്പേഴ്സിനെ മാർക്ക് ചെയ്യും. ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ ഇന്റർവെൽസിനെ മാർക്ക് ചെയ്യുക. വേർട്ടിക്കൽ ലൈനിൽ നമ്പർ ഓഫ് മെന്നിനെ നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് ഒക്കെ നമ്മൾ എടുക്കുക. എന്നിട്ട് അവർ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ റെക്ടാങ്കിൾസ് മേക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ നമ്മുടെ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ വെയ്റ്റ്സ് ഓഫ് 45 ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ലിസ്റ്റഡ് ബിലോ. എന്താണ്? ഒരു ക്ലാസ്സിലെ 45 കുട്ടികളുടെ വെയിറ്റ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഒരു ലിസ്റ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി
മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ഡ്രോ എ ഹിസ്റ്റോഗ്രാഫ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് വെച്ചിട്ട് ഒരു ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ആ ഫ്രീക്വൻസി ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 2 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ഫ്രീക്വൻസി ടേബിളും വരയ്ക്കണം, അതോടൊപ്പം എന്ത് ചെയ്യണം? നമ്മുടെ ഹിസ്റ്റോഗ്രാമും വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ ടാബ്ലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാം, ഇവിടെ ഏറ്റവും ചെറിയ നമ്പറായിട്ട് വന്നിരിക്കുന്ന ആരാ? 31 ആണ്. ഏറ്റവും വലുതായിട്ട് വന്നിരിക്കുന്ന ആരാ? 75 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്ത പോലെ ചെയ്യാനിരുന്നാൽ, അതായത് നമ്മൾ ആദ്യം എന്തായിരുന്നു ചെയ്തത്? താഴെ 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 ഓരോ നമ്പറിനെ ലിസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ 31 തുടങ്ങി 75 വരെയുള്ള നമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഭയങ്കര ലെങ്തി ആയിട്ട് മാറും നമ്മുടെ ടേബിൾ. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സെക്കൻഡ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്യാനായിട്ടുള്ള സെക്കൻഡ് മെത്തേഡ് എന്തായിരുന്നു? നമ്മൾ അതിനെ ഓരോ ക്ലാസ്സുകളായിട്ട്, ഓരോ ഇന്റർവെൽസ് ആയിട്ട് മാറ്റുമായിരുന്നു അല്ലെ? ഒരു ബൗണ്ടറി നമ്മൾ കൊടുക്കുമായിരുന്നു. അപ്പൊ ഇവിടെ എവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട വരും നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ? നമുക്ക് എന്താ ഇവിടെ കൊടുക്കണ്ടേ? വെയിറ്റ് ആണ് അല്ലെ? വെയിറ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ കോളത്തിൽ കൊടുക്കേണ്ടത് എന്താണ്? നമ്മുടെ വെയിറ്റിനെയാണ്. ഓക്കെ, വെയിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ കോളം. ഇനി രണ്ടാമത്തെ കോളത്തിൽ എന്താ വരുന്നേ? നമുക്കറിയാം എന്താണ്? ടാലിയാണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണ്. രണ്ടാമത്തെ കോളത്തിൽ വരുന്നത് എന്താണ്? ടാലിയാണ്. കുറച്ച് വലുതാക്കി കൊടുക്കാം നമ്മുടെ കോളം. ഓക്കെ, ഇനി മൂന്നാമത്തെ കോളത്തിൽ എന്താ വരുന്നേ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് അല്ലെ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ. ഇങ്ങനെ നമ്മൾ 3 കോളം ഉണ്ടാക്കി അല്ലെ? ആദ്യം നമുക്ക് എന്താ വേണ്ടേ? വെയിറ്റ് ആണ് വേണ്ടത്. വെയിറ്റ് എങ്ങനെ എഴുതുന്നത്? നമ്മൾ ഇന്റർവെൽസ് ആയിട്ടാണ്. അപ്പൊ ഇവിടെ 31 നമ്മുടെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 32 സംതിങ് അല്ലെ? നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇന്റർവെൽ 30 to 40 വരുന്നവർ എത്ര പേരുണ്ട്? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 30 to 35 വരുന്നത് അല്ലെ? 5 ഡിഫറൻസിൽ കൊടുക്കുക, അല്ലെങ്കിൽ 10 ഡിഫറൻസിൽ കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. മിസ് ഇവിടെ 10 ഡിഫറൻസിലാണ് കൊടുക്കുന്നത്, കാരണം നമ്മുടെ ടേബിളിൽ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ 30 to 40 എടുത്തു. ദെൻ നമുക്ക് എന്ത് കൊടുക്കാം? 40 to 50 കൊടുക്കാം. അങ്ങനെ എവിടെ വരെ നമ്മൾ കൊടുക്കേണ്ടി വരും? ഇവിടെ ലാസ്റ്റ് വരുന്ന നമ്പർ 75 ആണ്. അപ്പൊ ലാസ്റ്റ് വരുന്ന നമ്പർ ഏതിനിടയിലാണ് വരുന്നത്? 70 to 80 ഇടയിലല്ലേ 75 വരുന്നത്. അപ്പൊ ഇത്ര വരെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് നോക്കാമല്ലോ, നമ്മുടെ ടേബിൾ നമുക്ക് എടുക്കാം. എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ 30 to 40. ഓക്കെ, 30 to 40 ആണ് ആദ്യത്തെ. രണ്ടാമത്തെ എന്താ? 40 to 50. ഇനി മൂന്നാമത്തെ എന്താണ്? 50 to 60. Then 60 to 70. ഇനി 70 to 80. ഇത്രയാണ് നമുക്ക് വേണ്ടത് അല്ലേ? 70 to 80 വരെ നമുക്ക് മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ടാലി അടയാളം നമുക്ക് കൊടുക്കണം അല്ലെ? എത്ര പേരുണ്ട്? 30ക്കും 40ക്കും ഇടയിൽ എത്ര പേരുണ്ട്? അതായത് നമുക്ക് നോക്കേണ്ട എന്താ? 30ക്കും 40ക്കും ഇടയിൽ വരുന്ന നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ 30ക്കും 40ക്കും ഇടയിലാണ് അല്ലെ? അപ്പൊ 31 ഉണ്ട്, 1 ആയല്ലോ. 34 ഉണ്ട്, 2 ആയല്ലോ. 39 ഉണ്ട്, 3 ആയല്ലോ. ഓക്കെ, 30ക്കും 40ക്കും ഇടയിലാണ് നമുക്ക് വേണ്ട കേട്ടോ. അപ്പൊ മിസ് ഇവിടെ എഴുതി വെച്ചേക്കാം. 30ക്കും 40ക്കും ഇടയിൽ വേറെ ഏതെങ്കിലും നമ്പർ വരുന്നുണ്ടോ ഒന്ന് നോക്കിക്കേ. വരുന്നുണ്ടോ ഏതെങ്കിലും? ഇല്ല അല്ലെ? നമുക്ക് വേറെ ഒന്നും വരുന്നില്ല. സോ നമുക്ക് എന്ത് പറയാം? 30ക്കും 40ക്കും ഇടയിൽ വരുന്നത് എത്ര പേരാണ്? 3 പേരാണ്. അപ്പൊ നമ്മൾ ടാലി കൊടുക്കുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ ടാലി കൊടുക്കുന്നത് 3 എന്ന് പറയുമ്പോൾ 1 2 3 നമ്മൾ 3 ലൈൻസ് ഇടും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ടാലി നമ്മൾ ചെയ്തു. ഇനി രണ്ടാമത്തെ ആരാണ്? 40ക്കും 50ക്കും ഇടയിൽ എത്ര പേര് വരുന്നുണ്ടെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? നമ്മുടെ 40ക്കും 50ക്കും ഇടയിൽ എത്ര പേരുണ്ടെന്നാണ് നോക്കേണ്ടത്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ 40 to 50 എന്ന് പറയുമ്പോൾ നമുക്ക് ആരെയൊക്കെ എടുക്കാം? 40 അതിനകത്ത് വരും അല്ലേ? 50 വരുമോ? ഇല്ല, 50ക്ക് മുന്നേ വരെയുള്ള നമ്പേഴ്സ് വരെ നമുക്ക് അവിടെ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 40 to 50 ആരൊക്കെ വരും നോക്കാം അല്ലേ? ഇവിടെ 41 ഒരാളായല്ലോ. പിന്നെ ആരൊക്കെ ഉണ്ട്? ഇവിടെ 2, പിന്നെ 3 4 5 6 7 8 9 10 11 12 വീണ്ടും 13. ഓക്കെ, അപ്പോൾ 13 പേരാണ് 40ക്കും 50ക്കും ഇടയിൽ വരുന്ന ആൾക്കാർ അല്ലേ? 40 ഇൻക്ലൂഡഡ് ആണ്, 50 നമ്മൾ എടുക്കില്ല. ഓക്കെ, ഇത്രയും ആൾക്കാർ 13 ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിതിനെ എങ്ങനെ എഴുതും? ടാലി ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 5 5 വെച്ചാണ് നമ്മൾ എഴുതാറല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? ആദ്യം നമുക്ക് 5നെ എഴുതാം അല്ലേ? 5 1 2 3 4 5. ഓക്കെ, ദെൻ 1 2
3 4 5. ഓക്കെ, അപ്പോൾ 5 + 5 എത്രയായി മാറി? ഇപ്പോൾ 10 ആയി. നമുക്ക് എത്രയാണ് വേണ്ടേ? 13 ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഇനി എത്ര പേര് കൂടി വേണം? 3 ലൈൻ കൂടി നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 13 ആൾക്കാരാണ് 40ക്കും 50ക്കും ഇടയിൽ വരുന്നത് എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? 50 to 60 ഫില്ല് ചെയ്യുക, 60 to 70 ഫില്ല് ചെയ്യുക, 70 to 80യും ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടാലി നമ്മൾ അടയാളപ്പെടുത്തി അല്ലേ? മൊത്തം എല്ലാവരുടെയും നമ്മൾ ടാലി അടയാളം കൊടുത്തു. ഇനി എന്താ വേണ്ടേ? ഇനി ഒരു ടേബിൾ കൂടി ഉണ്ട് അല്ലേ? ഒരു കോളം കൂടി നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. നമ്പർ ഓഫ് ചിൽഡ്രൻ. നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇവരെ നമ്മൾ കൗണ്ട് ചെയ്ത് ഇവിടെ എഴുതാം അല്ലേ? ഇത് എത്ര പേരുണ്ട്? 3 പേരുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എഴുതണം 3 എന്ന് എഴുതണം. ഓക്കെ, നമ്പർ ഓഫ് ചിൽഡ്രൻ 3 പേർക്കാണ് 30ക്കും 40ക്കും ഇടയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്ര വരും? 5 + 5 + 3 എത്രയാണ്? 13 ആണ്. ഇനി ഇവിടെയോ 5 + 5 + 5 + 3 എത്ര വരും? 18 എന്ന് വരും. ഓക്കെ, ദെൻ ഇവിടെയും 5 + 5 10 കിട്ടും. ഇവിടെ ലാസ്റ്റ് 1 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഈ എഴുതിയത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയണ്ടേ? എങ്ങനെ നമ്മൾ നോക്കും? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായി എത്ര കുട്ടികളാണ് ഉള്ളത്? 45 ചിൽഡ്രൻ എന്ന് തന്നിട്ടുണ്ടായി അല്ലേ? 45 കുട്ടികളാണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ നമ്പർ ഓഫ് ചിൽഡ്രൻ കണ്ടുപിടിച്ചത് ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? എത്രയാണ് കിട്ടണ്ടേ? 45 കുട്ടികളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം ഇവരെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 കിട്ടണം. ഇപ്പം ഇവിടെ കറക്റ്റ് ആണ്. ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് 45 കിട്ടും ആഡ് ചെയ്യുമ്പോൾ. ഇനി ആഡ് ചെയ്യുമ്പോൾ 45 കിട്ടിയില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ ചെയ്തിരിക്കുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ നമ്പർ ഓഫ് ചിൽഡ്രൻ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്തു. ഇനി എന്താ വേണ്ടേ? ഇത് വെച്ച് ഹിസ്റ്റോഗ്രാം നമുക്ക് വരച്ചെടുക്കണം. എങ്ങനെ നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത്? എങ്ങനെയാണ്? നമുക്കറിയാം അല്ലേ? ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് 2 ലൈൻസ് വേണം. ഒരു വേർട്ടിക്കൽ ലൈനും ഒരു ഹൊറിസോണ്ടൽ ലൈനും. ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? 0 എന്ന് വിളിക്കും. ഇനി നമ്മൾ സാധാരണ നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ എന്താണ് അടയാളപ്പെടുത്തുന്നത്? ക്ലാസ് ആയിട്ട് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തായിട്ട് അടയാളപ്പെടുത്തുന്നത്? നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ അഥവാ എക്സ് ആക്സിസിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 30 40 40 50 50 60 60 70 80 വരെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനിൽ കൊടുക്കണം. അപ്പം ഇവർ എത്ര ഡിഫറൻസിലാണ് വന്നിരിക്കുന്നത്? 10 10 10 ഡിഫറൻസിലാണ് ഇവർ വന്നിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ ഹിസ്റ്റോഗ്രാം വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും വരച്ചിട്ടുണ്ട്. മിസ് ഇവിടെ എന്താണ് റഫ് ഫിഗറാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഓരോ അളവും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ എടുക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ എന്താ കൊടുക്കണ്ടേ? ഇന്റർവെൽസ് ആണ് അല്ലേ? നമ്മുടെ ഈ ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആരാണ് അവിടെ വന്നിരിക്കുന്നത്? വെയിറ്റ് ആണ് ഇന്റർവെൽസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? വെയിറ്റ് എന്ന് ഇവിടെ കൊടുക്കണം. ഓക്കെ, എക്സ് ആക്സിസിൽ എന്ത് എഴുതാം? വെയിറ്റ് എന്ന് എഴുതണം. ഓക്കെ, ഇനി എന്താ നമ്മൾ വൈ ആക്സിസിൽ കൊടുക്കേണ്ടത്? നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ് അല്ലേ? അപ്പം നമ്മൾ വൈ ആക്സിസിൽ എന്ത് എഴുതാം? നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് എഴുതണം. ഓക്കെ, നമ്പർ ഓഫ് ചിൽഡ്രൻ. അപ്പം ഇവിടെയും നമ്മൾ ഇതുപോലെ എഴുതാം കേട്ടോ. നമ്മുടെ വൈ ആക്സിസിൽ നമ്മൾ എഴുതി. ഇനി ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് ചിൽഡ്രൻ 1 തുടങ്ങി 18 വരെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? നിങ്ങളുടെ ബുക്കിൽ അല്ലെങ്കിൽ കുറച്ച് സ്പേസേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് എഴുതാം? അതിനെ 2 4 6 8 അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെഷർമെന്റ് എടുക്കാം. പക്ഷെ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഫിഗർ ഇത്തിരി ചെറുതായിട്ടിരിക്കും. അത് മാത്രമേ ഉള്ളൂ കേട്ടോ കുഴപ്പം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. 2 ഡിഫറൻസിൽ എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം മിസ് കുറച്ച് വലുതായിട്ട് നമ്മുടെ ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ട് മിസ് എന്ത് ചെയ്തു? 1 2 3 തുടങ്ങി 19 18 വരെ നമുക്ക് മതി അല്ലേ? ഇപ്പം 18 വരെ മിസ് വരച്ചു. 1 2 3 അങ്ങനെയാണ് മിസ് മെഷർമെന്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്താ അടയാളപ്പെടുത്തണ്ടേ? 30 to 43 ആണ് വന്നിരിക്കുന്നത് അല്ലേ? അത് നോക്കാം. നമുക്ക് 10 20 ഒന്നും വേണ്ട. 30 to 40 വരെയുള്ള ആൾക്കാരുടെ നോക്കി തുടങ്ങിയാൽ മതി. ഓക്കെ, 30 to 40 എത്രയാണ്? 3 പേരാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം 30 to 40 3 പേര്. ഇപ്പം 3 ഇവിടെയാണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 30 to 40 3 വരയ്ക്കുക.
ഓക്കെ, ഒരു റെക്റ്റാങ്കിൾ, ഒരു ബാർ നമ്മൾ വരച്ചു. ഇനി എന്താ വേണ്ടേ? 40 to 50, 13 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, 40 to 50 എവിടെയാണ്? 13 ഇവിടെയാണ് അല്ലേ? അപ്പൊ നമുക്ക് വരയ്ക്കാമല്ലോ. 13 ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ? 40 to 50 നമ്മൾ 13 വരച്ചു. ഇനി 50 to 60 എത്രയാണ്? 18 ആണ് വേണ്ടത്. ഓക്കെ, 18 എവിടെയാണ്? ഇവിടെയാണ് 18 അല്ലേ? അപ്പൊ നമ്മൾ 18 വരയ്ക്കാൻ പോവാണ്. ഫിഫ്റ്റി ടു 60 നമ്മൾ 18 വരച്ചു. ഇനി ആരാ? ഇനി 60 to 70 10 നമുക്ക് വരയ്ക്കണം. 60 to 70 10 വരയ്ക്കണം. 10 എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 10 വരച്ചു. ഓക്കെ, അപ്പൊ 10 ഒന്നുകൂടി മിസ് വരയ്ക്കാം കേട്ടോ. നമ്മൾ വരച്ചു. ഇനി എന്താ വേണ്ടേ? 70 to 80 1 വരയ്ക്കുക. ഇതോടെ നമ്മുടെ കഴിഞ്ഞു. ഹിസ്റ്റോഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞു കേട്ടോ. 1 എന്ന് പറയുന്ന ഏകദേശം ഇവിടെ വരും. അപ്പം നമ്മൾ 1 വരച്ചു. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വരക്കണം കേട്ടോ. വൃത്തിയായിട്ട് വരച്ചാലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ നിങ്ങൾ വരച്ചെടുക്കുക. ഏകദേശം ഇതുപോലൊരു പിക്ചർ ആയിരിക്കും, ഇതുപോലൊരു നമ്മുടെ ഹിസ്റ്റോഗ്രാം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഈ ചാപ്റ്ററിൽ ഫ്രീക്വൻസി ടേബിൾ, ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്തൊക്കെയാണ് ചോദിച്ചിരുന്നത്? ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ട് പറഞ്ഞു. എങ്ങനെ? ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്തുകൊണ്ട് ഹിസ്റ്റോഗ്രാം വരയ്ക്കാനായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിലെ അവസാനത്തെ ചാപ്റ്റർ ആയിരുന്നല്ലേ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ചാപ്റ്ററും നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ? അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം നിങ്ങൾ? അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് എന്തൊക്കെയാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ആദ്യം പഠിച്ചത് ഫ്രീക്വൻസി ടേബിൾ ടാബ്ലേറ്റ് ചെയ്യാനാണ് അല്ലേ? പിന്നീട് എന്ത് ചെയ്തു? ഇതിൽ തന്നെ ഇന്റർവെൽസിനെ ക്ലാസ് ആക്കി മാറ്റിക്കൊണ്ടുള്ള ഫ്രീക്വൻസി ടേബിൾ എങ്ങനെ നമ്മൾ മേക്ക് ചെയ്യും അത് നമ്മൾ പഠിച്ചു. അവസാനമായിട്ട് നമ്മൾ പഠിച്ച ആരെ പറ്റിയിട്ടാണ്? ഫ്രീക്വൻസി ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് ഹിസ്റ്റോഗ്രാം എങ്ങനെ വരയ്ക്കാം. ഇതായിരുന്നു നമ്മൾ അവസാനം പഠിച്ച കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനത്തെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എങ്ങനെയാണ് ഫ്രീക്വൻസി ടേബിൾ മേക്ക് ചെയ്യുക, അത് വെച്ചിട്ട് ഹിസ്റ്റോഗ്രാം വരയ്ക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ മിസ് ഇന്ന് ഈ ക്ലാസ്സിന് നമ്മുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ എക്സാം പോയിന്റിന്റെ ഗൈഡിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഗൈഡിൽ മിസ് ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ഗൈഡിലുണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. ഇനി എന്ത് ചെയ്യാം? അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ആൻസർ കീയും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഗൈഡ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.